കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടെ പാളയത്ത് നടന്നത് അതിക്രൂരമായ കൊലപാതകം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മരിച്ച പുതിയ കോവിലകം സ്വദേശി ബിജുവിന് 45ഓളം കുത്തേറ്റു. തലയ്ക്ക് പിന്നിലും കഴുത്തിലും ആഴത്തിൽ മുറിവുകൾ പറ്റി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ആകാശ് വിവരങ്ങളുമായി ചേരുന്നു. ആകാശേ, നടന്നത് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണോ കാര്യങ്ങൾ? തീർച്ചയായും സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നത്. 45 ഇടങ്ങളിലാണ്, ശരീരത്തിനുടനീളം 45 ഇടങ്ങളിലാണ് കുത്തേറ്റിട്ടുള്ളത്. അതിൽ കഴുത്തിലും കൂടാതെ തലയ്ക്ക് പിറകിലുമായിട്ടാണ് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുള്ളത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ബിജുവിന്റെ അമ്മ ആരോപിക്കുന്നത് പ്രകാരമാണെങ്കിൽ ലഹരി സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണം നിലവിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ആരെല്ലാമാണ് ഈ മുറിക്ക് ഇയാൾ കുത്തേറ്റ് കിടന്നിരുന്ന ഈ മുറിക്ക് സമീപമായും ഈ വീടിന്റെ പരിസരത്തുമായി എത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. കൂടാതെ തന്നെ ഈ കുടുംബത്തിന്റെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ബിജു ഈ തൂഫാന്റെ ഭാഗമായി തന്നെ ഈ മദ്യസംഘത്തിൽ ഉൾപ്പെടെ സംഘം ഈ സ്ഥലങ്ങളിൽ തമ്പടിക്കുന്നത് ഈ പോലീസിന് ഉൾപ്പെടെ വിവരം നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തെ നയിച്ചത് എന്നാണ് ഇപ്പോൾ ബിജുവിന്റെ കുടുംബം തന്നെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും നിലവിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ്. കഴുത്തിലേറ്റ മുറിവിലാണ് കൂടുതൽ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നതും. ഈ സംഭവം നടക്കുന്നത് പുലർച്ചെയാണ്. ഈ 3 മണിയോട് കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ബിജുവിന്റെ അമ്മ വീട്ടിലേക്ക് എത്തി മുറി തുറന്നപ്പോൾ ബിജു ചോരയിൽ വാർന്ന് കിടക്കുന്നതായിരുന്നു കണ്ടത്. ഉടനെ തന്നെ സമീപവാസിയെ വിവരം അറിയിക്കുകയും സമീപവാസികൾ ചേർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്ത് വെച്ച് ഇൻക്വസ്റ്റ് നടപടികളും കൂടാതെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ നിന്നും പോലീസിന് നിലവിൽ പ്രതിയെക്കുറിച്ചുള്ള യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും കൂടുതൽ ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ്. കൂടാതെ തന്നെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുൾപ്പെടെ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ശരി.